വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ തെറിച്ചത് രാജി ആവശ്യത്തിൽ BJP-യിലും RSS-ലും ഭിന്നാഭിപ്രായമുണ്ടായതിനു പിന്നാലെയാണ്. നേരത്തെ മുരളി മനോഹർ ജോഷിയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. പിന്നീട് മോഹൻ ഭഗവതും കർശന നിർദ്ദേശമാണ് നൽകിയത്. പ്രധാന്റെ രാജിക്കായി BJP-ക്കുള്ളിൽ തന്നെ ആവശ്യമുയർന്നു. യുവാക്കളുടെ പ്രതിഷേധം ഗൗരവമായി കാണണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ തെരുവിൽ തുടരുന്നത് അപകടമാകുമെന്നും അവരെ തല്ലിച്ചതച്ചത് തിരിച്ചടിയാകുമെന്നും പല കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയെ അറിയിച്ചു. രാജി വേണമെന്ന് RSS-ഉം ആവശ്യപ്പെട്ടു. PR സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, ഈ സമരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ വിജയിച്ചതിൻ്റെ കാരണം RSS അതേപോലെ BJP-യിലെ തന്നെ ഒരു വിഭാഗം അവരതിനൊരു വ്യത്യസ്ത നിലപാടെടുത്തു എന്നതുകൊണ്ടാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ച് വാശിയുമായി മുന്നോട്ട് പോയാൽ ഈ സമരത്തോട് തോക്കും എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന BJP-യിലെ മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയെ അടക്കം കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർലമെന്റിൽ പ്രധാനമന്ത്രി വരാതെ എത്ര നാൾ ഇരിക്കുമെന്ന ചോദ്യം ചിലരൊക്കെ ചോദിച്ചു. വാശി കളഞ്ഞ് വിദ്യാർത്ഥികളുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. BJP-യിലുള്ളവർ പോലും പലപ്പോഴും ഞങ്ങൾ BJP-യിലുള്ളവരാണെങ്കിലും സമരത്തോട് യോജിക്കുന്നുവെന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ വന്നു. മുരളി മനോഹർ ജോഷി, മോഹൻ ഭഗവത് ഒക്കെ വ്യത്യസ്ത നിലപാടെടുത്തു. ഇതൊക്കെയും കീഴടങ്ങൽ ഇത്ര വേഗമാക്കുന്നതിന് കാരണമായോ PR സുനിൽ? അരുൺ, തീർച്ചയായും BJP-യുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ഒരു സമരമായിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ ഈ സമരത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. എന്തു വന്നാലും രാജി എന്നുള്ളൊരു ആവശ്യം അംഗീകരിക്കില്ല എന്നതായിരുന്നു BJP-യുടെ നിലപാട്. പക്ഷേ BJP-യിലെ മുതിർന്ന നേതാക്കൾക്ക് വരെ സമരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഡൽഹിയിൽ ജൂലൈ 20 നടന്ന പോലീസ് നടപടിക്ക് ശേഷമൊക്കെ കാര്യങ്ങൾ മാറിയതോടെ BJP-ക്കകത്ത് തന്നെ വലിയ ആശങ്കയുണ്ടായി. പല മുതിർന്ന നേതാക്കളും ഇതൊരു മുന്നറിയിപ്പായി തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ വിഷയമാണ് കേന്ദ്രമന്ത്രിസഭയിൽ അത് NDA സഖ്യകക്ഷികളിൽ നിന്നടക്കം ഇക്കാര്യത്തിൽ ആശങ്കകൾ ഉയർന്നു. പ്രധാനപ്പെട്ട BJP-യുടെ തന്നെ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നമാകും എന്ന നിലയിലൊക്കെ തന്നെ കാര്യങ്ങൾ അറിയിച്ചു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഈ ഒരു സമര പ്രതിഷേധത്തിന്റെ ഒരു മുനയൊടിക്കാനായി, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന സമരമാണ് എന്ന നിലയിൽ എന്ന ഒരു പ്രചരണം കൂടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മന്ത്രിമാർക്ക് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല. പിന്നീട് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഇതൊന്നും കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല, ഇത് രാജി തന്നെ വേണ്ടിവരും എന്ന് പല കേന്ദ്രമന്ത്രിമാരും അത് അമിത്ഷായെയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു, പ്രധാനമന്ത്രിയെ അറിയിച്ചു. അപ്പോൾ ഇത് വലിയ ആശങ്കയായി തന്നെ BJP-ക്കുള്ളിൽ ഉയർന്നു വന്നു, കേന്ദ്രമന്ത്രിസഭയിൽ ഉയർന്നു വന്നു. മാത്രമല്ല RSS കൂടി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കണം എന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് രാജ്യത്താകെ പടർന്നൊരു സമരമായി ഇത് വന്നു. BJP-ക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ഒരു സമരമായി ഇത് വിലയിരുത്തപ്പെട്ടു. അങ്ങനെ BJP-ക്കുള്ളിലും RSS-നുള്ളിലും കേന്ദ്രമന്ത്രിസഭയിലും ഇത് വലിയ വിഷയമായതോടെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ ദിവസം വരെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കാരണവശാലും രാജിവെക്കില്ല എന്നിടത്തു നിന്ന് പെട്ടെന്നാണ് 48 മണിക്കൂറിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉള്ളിൽ നിന്നുകൂടി ഒരു സമ്മർദ്ദം BJP-ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കീഴടങ്ങൾ ഇത്ര വേഗത്തിലായത്. പ്രേക്ഷകർക്കറിയാം, കർഷക സമരം സിംഗു അതിർത്തിയിൽ നീണ്ടു നിന്നത് 1 വർഷത്തോളമാണ്. എന്നിട്ടാണ് ആ 4 വിവാദ കർഷക നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്.